കൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂലൈ മാസത്തിൽ കർക്കിടക കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കർക്കിടക കൂറുകാർക്ക് ജന്മത്തിൽ, അതായത് രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബുധൻ, 2-ൽ കേതു, ചൊവ്വ, 3-ാം ഭാവം തൊട്ട് 7-ാം ഭാവം വരയ്ക്കും 3-ാം ഭാവം തൊട്ട് 7-ാം ഭാവം വരയ്ക്കും ശുദ്ധമാണ്. ഗ്രഹങ്ങളില്ല. ചന്ദ്രൻ ഇടയ്ക്ക് കയറി വന്നാൽ മാത്രമേ ഗ്രഹങ്ങളുള്ളൂ. അത് നക്ഷത്രവാസാൽ ചന്ദ്രൻ കയറി വരണമെങ്കിൽ അത്തം, ചിത്ര, ചോതി, വിശാഖ, അനിഴം തൊട്ടിട്ട് അവിട്ടത്തിൻ്റെ പകുതി വരയ്ക്കും വരുന്നത് വർഷം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുവരയ്ക്കും കാളസർപ്പയോഗം എന്നൊരു യോഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിൽ തൊട്ടിട്ട് മകരൻ രാശി വരുന്നവരേക്കും കാളസർപ്പയോഗമില്ല. അത് കഴിഞ്ഞാൽ കാളസർപ്പയോഗം ഉണ്ടാവും. അതായത് കുംഭൻ രാശി തൊട്ടിട്ട് ചിങ്ങൻ രാശി എത്തുന്നവരേക്കും കാളസർപ്പയോഗം എന്നൊരു യോഗമുണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്. പൊതുവെ നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് കർക്കിടക രാശിക്കാർക്ക് എഴുതുന്നത് 8-ാം ഭാവത്ത് നിൽക്കുന്നത് രാഹുവാണ്. 9-ൽ വ്യാഴം അനുകൂല സ്ഥിതിയാണ്, ദോഷമല്ല അനുകൂലമാണ്. 11-ൽ ശുക്രൻ നിൽക്കുന്നത് വളരെ അനുകൂലകരമായിട്ടാണ്. കാരണം വെച്ച് പറഞ്ഞാൽ 10-ാം ഭാവത്ത് നിന്ന ശുക്രൻ കുറേയേറെ ബുദ്ധിമുട്ടുകൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി തൊഴിൽ ഗുണാനുഭവങ്ങൾ വന്ന് ചെയ്തുകൊണ്ടുള്ള സാധ്യത. പൊതുവെ വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അലങ്കാര സംബന്ധമായിട്ടുള്ള വസ്തുക്കൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വസ്ത്ര വിപണയോടി സംബന്ധമായിട്ടുള്ള സുഗന്ധങ്ങൾക്കും സുഗന്ധദ്രവ്യ വസ്ത്ര സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതകളിലുള്ളവർക്കും എല്ലാ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം ഒരു ഡിമ്മായിരുന്നു. അതായത് പൊതുവെ കുറച്ച് ഡിമ്മായിരുന്നു. 10-ൽ നിൽക്കുന്ന ശുക്രൻ 11-ാം ഭാവത്തിലേക്ക് മാറിയത് വളരെ ഗുണമാണ്. അതുപോലെ തന്നെ 11-ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ശുക്രനാണ്, ലാഭസ്ഥാനം നിൽക്കുന്ന ശുക്രനാണ്. അത് കാരണം കൊണ്ട് ലാഭങ്ങൾ പല വിധത്തിൽ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലൂടെ ലാഭം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യകടാക്ഷത്തിലൂടെ ധനം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. 12-ൽ വ്യാഴം നിൽക്കുന്നത് കാരണം വരവ് ചെലവ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പറ്റുകയാണെങ്കിൽ മഹാവിഷ്ണു, പറ്റുകയാണെന്നല്ല, 12-ൽ വ്യയസ്ഥാനത്തിൽ, അത് 12-ാമത്തെ വ്യയസ്ഥാനം നിൽക്കുന്ന വ്യാഴമാണ്. അത് കാരണം തന്നെ വ്യാഴത്തിന് പരിഹാരം നടത്തണം എന്നെ പറയുന്നത്. വ്യാഴം പറഞ്ഞാൽ മഹാവിഷ്ണുവെങ്കിൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെല്ലാം അതാത് അവനവന് യഥാശക്തി പരിഹാരം ആ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇഷ്ടദേവനായിട്ടുള്ള ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീരാമൻ, മഹാവിഷ്ണു, അങ്ങനെയുള്ള ആ ക്ഷേത്രങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ പാൽപ്പായ, തുളസിമാല, മഞ്ഞപ്പട്ട്, അതുപോലെ തന്നെ സഹസ്രനാമാർച്ചന, അങ്ങനെ ഒരുപാട് നിവേദ്യം, വെണ്ണ, കദളിപ്പഴം, അങ്ങനെ ഒരുപാട് നിവേദ്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഏറ്റവും ഉചിതപരമായിട്ടുള്ള മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം എന്നാണ് പറയുന്നത്. ദിവസ പൂജ, അതുപോലെ പൂജ എന്നിവ നടത്തുകൊണ്ട് യാതൊരുവിധ കുഴപ്പമൊന്നുമില്ല. അതെല്ലാം ചെയ്യുന്നത് ഉത്തമപരമായിട്ടുള്ള ഫലമാണ്. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങിക്കാനുള്ള യോഗം കണ്ട് 4-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയായിട്ടുള്ള, അതായത് കർക്കിടക രാശിക്ക് 4-ാം ഭാവം ശുക്രക്ഷേത്രമായിട്ട് തുലാമാണ്. തുലാത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ വന്നിട്ട് നിൽക്കുന്നത് 11-ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് ബലവാനാണ്. അത് കാരണം തന്നെ വാഹന സംബന്ധമായിട്ടുള്ള തൊഴിലെടുക്കുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത്. അതിൽ മേൽക്കോയ്മ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 7-ാം ഭാവം കൊണ്ട് നോക്കും നിവൃത്തിസ്ഥാനം കൊണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. യാത്രകൾ കൊണ്ട് ഗുണകരമായിട്ടുള്ള സാധ്യതയുണ്ട്. സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികളിൽ പോകുന്നവർക്കെല്ലാം ധനസംബന്ധമായിട്ടുള്ള വ്യയങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധ വേണം. ജാതക പരിശോധന നിർബന്ധമാണ് എന്ന് പറയാം. അത് കാരണം കർക്കിടക രാശിക്കാർ പൊതുവെ സൂക്ഷിച്ചു ഉള്ള കൈകാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. പൊതുവെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ അക്കൗണ്ട് സെക്ഷൻ, അതുപോലെ തന്നെ വാക്ക് കൊണ്ട് ജീവിക്കുന്നവർ, അതായത് വർത്തമാന ശൈലി കൊണ്ട് ജീവിക്കുന്നവർ, പ്രഭാഷണം കൊണ്ട് ജീവിക്കുന്നവർ, നിയമോദ്യോഗസ്ഥം കൊണ്ട് ജീവിക്കുന്നവർ, വക്കീലന്മാർ, ഇവരെല്ലാം പെടും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയക്കാരും പെടും. അതിൽ സിനിമ മേഖലയിൽ പഠിക്കുന്നവർക്കും എല്ലാം ഉചിതപരമായിട്ടുള്ള സമയമാണ്. രാഷ്ട്രീയക്കാർക്ക് അത്ര ഉത്തമമായിട്ടുള്ള സമയമല്ല എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് വ്യാഴം 12 നിൽക്കുന്ന കാരണം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ആഭരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മത കൈവരിക്കണം. കാരണം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് പറയുന്നത്. പരിഹാരം ചെയ്യുന്നത് മൂലം ദോഷാധികം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. നമസ്കാരം.